ഹലോ ആൻഡ് വെൽക്കം ടു പ്രിയാമ്പിൾ എഡ്യൂക്കേഷൻ. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകളാണ് നമ്മളിവിടെ ആരംഭിക്കുന്നത്. അതിൽ ആദ്യത്തെ ക്ലാസ്സസ് ആണ് ഇന്ന് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ആസ് യൂഷ്വൽ നമ്മൾ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ആദ്യം അതിൻ്റെ സിലബസ് ഒന്ന് നോക്കുന്നു. സിലബസിന് ശേഷം അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ദെൻ ടു ദ ടോപ്പിക് എന്ന രീതിയിലായിരിക്കും പോകുന്നത്. സോ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 യൂണിറ്റുകളായിട്ടാണ് സിലബസിൽ വരുന്നത്. യൂണിറ്റ് 1ൻ്റെ അണ്ടറിൽ നമുക്ക് എഡ്യൂക്കേഷൻ കമ്മീഷൻ ആൻഡ് ആക്ട്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, അതായത് 6 മാർക്കിനുള്ള ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ കമ്മീഷനും ആക്ടിനെ പറ്റിയിട്ടുമാണ് പഠിക്കാനുള്ളത്. ആൻഡ് സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് എന്താണ്, ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ആക്ടുകളെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത്. അതെന്താണെന്നുള്ളതും അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്നുള്ളതും പിന്നീട് പറയാം. നെക്സ്റ്റ് ഈസ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. 7 മാർക്കിന് പഠിക്കാനുള്ള ടോപ്പിക്കാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. സോ ടോട്ടൽ 6 മാർക്കിനുള്ള ആക്ട് ആൻഡ് കമ്മീഷനും പ്ലസ് 7 മാർക്കിനുള്ള നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. അതിൽ തന്നെ എന്താണ് ഏറ്റവും അവസാനം നമുക്ക് പറയാൻ പറ്റുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഇതിൽ നിന്ന് നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. 7ൽ ഒരു 3 മാർക്കിനുള്ള ചോദ്യമെങ്കിലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിന്നും ഉണ്ടാകും. ബാക്കിയുള്ളവ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. സോ സിലബസിൻ്റെ ആദ്യ പാർട്ടിൽ പറയുന്ന എഡ്യൂക്കേഷൻ കമ്മീഷൻ ആൻഡ് ആക്ട്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. കാരണം ഇപ്പം ക്ലാസ്സിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും മറ്റും നമുക്ക് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസും മറ്റും പഠിച്ചു വരുന്നുമ്പോൾ, പ്രത്യേകിച്ച് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചു വരുന്നുണ്ട്. അതേപോലെ തന്നെ UPSC ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഇവല്യൂഷനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ സ്പെക്ട്രമാണ് നിങ്ങൾ വായിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്പെക്ട്രത്തിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചാപ്റ്റർ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ആ ഒരു എവല്യൂഷനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നുണ്ട് നമ്മൾ. അത് ഇപ്പം മെക്കോളേസ് മിനിറ്റ് മുതൽ വുഡ്സ് ഡെസ്പാച്ച്, ദെൻ ഹണ്ടർ കമ്മീഷൻ, അങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നും ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. സോ ഈ ഒരു സിലബസിൽ കൊടുത്തതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള കാര്യത്തിൽ, ചാർട്ടർ ആക്ടുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇങ്ങനെ നോക്കി സർജൻ പ്ലാനും ഒക്കെ പഠിച്ചു വരേണ്ടതായിട്ട് വരും. അപ്പോൾ അതും പഠിച്ച് പിന്നീട് ഈ പറയുന്ന എഡ്യൂക്കേഷൻ കമ്മീഷനും പഠിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല. കാരണം സിലബസിൽ എന്താണ് കൃത്യമായിട്ട് ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള എഡ്യൂക്കേഷൻ കമ്മീഷനും അതിൻ്റെ ആക്ടുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുമാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് അവിടെ മുതൽ മാത്രം നമ്മൾ പഠിക്കേണ്ട കാര്യമേ ഉള്ളൂ. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്താണ് വന്നിട്ടുള്ളത് അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അത് ഒന്നാമത്തെ കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ക്ലാസ്സുകളോ പുസ്തകങ്ങളോ മിസ്ലീഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. സിലബസ് എന്താണോ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിനി ഈ ഒരു കമ്മീഷൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തികൾ ചെയർമാൻ ആയിക്കൊണ്ടുള്ളൊരു കുറേയധികം 10 to 12 മെമ്പേഴ്സൊക്കെ അടങ്ങുന്ന മെമ്പേഴ്സ് വരുന്ന ഒരു കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒന്നിൽ കൂടുതൽ കമ്മീഷൻസ്, ഒന്നിൽ കൂടുതൽ ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ട് നിലവിൽ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിപ്പോർട്ട് ഉണ്ടാകും. സോ ഇതെല്ലാം സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുന്നതാണ്, റെക്കമെൻഡേഷൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലും അന്നത്തെ ലാംഗ്വേജിലും ഒക്കെ ആയിട്ടൊക്കെയാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ അതിനകത്ത് സമ്മറി ഓഫ് റെക്കമെൻഡേഷൻസും ഉണ്ട്. ദെൻ എന്താണ് ലിസ്റ്റ് ഓഫ് റെക്കമെൻഡേഷൻസ്, ഒരുപാട് റെക്കമെൻഡേഷൻസിൻ്റെ ലിസ്റ്റും ഉണ്ട്. അപ്പം ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ട് പഠിക്കുക എന്ന് പറയുമ്പം ഒരു പുതിയ പ്രവണതയാണ് ബെയർ ആക്ടിൽ നിന്നേ പഠിക്കൂ എന്നുള്ളത്. അതായത് ഇനി എത്രയൊക്കെ ലാംഗ്വേജിൽ എഴുതി തന്നെന്ന് പറഞ്ഞാലും, ഇമ്പോർട്ടൻ്റ് ഭാഗം തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ബെയർ ആക്ട് നോക്കിയാണോ പഠിപ്പിക്കുന്നത്, ഈ ബെയർ ആക്ട് വെച്ചിട്ടാണോ പഠിപ്പിക്കുന്നത്, ബെയർ ആക്ട് ആണോ നോട്ടായിട്ട് തരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് എവിടെ നിന്ന് പിക്ക് ചെയ്തു എന്നറിയത്തില്ല. ബെയർ ആക്ട് എടുത്തുകൊണ്ട് ഒരു PDF എടുത്ത് വെച്ച് വായിച്ചിട്ട് ഈ സമറിൻ ബെത്ലഹേമിനകത്ത് 5 കസിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സീനുണ്ടല്ലോ, ആ സീനിനകത്ത് ഇതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, ഇത് ചുമ്മാതെ കൊടുത്തിരിക്കുന്നത് എനിക്കറിയത്തില്ല, ഇങ്ങനെയൊക്കെ ബെയർ ആക്ട് വായിച്ച് വേണ്ടതും വേണ്ടാത്തതും പറഞ്ഞ് സമയം കളഞ്ഞ് ഈ ഒരു രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്തിട്ടാവാം ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ തന്നെ ചിന്തിക്കുന്നത്, ഇതിന് പുറത്തിനി ഒന്നും ചോദിക്കാനില്ലല്ലോ, അതുകൊണ്ട് ബെയർ ആക്ട് വെച്ച് പഠിക്കാമെന്നുള്ളത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യത്തിലും കണ്ടുവരുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കൂടിയപ്പോഴാണ് ലക്ഷ്മികാന്തിൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ട് റിലീഫ് വന്നത്. ഇതിപ്പം ലക്ഷ്മികാന്തിൻ്റെ ബുക്കിൽ PhD എടുത്ത് കഴിഞ്ഞ് ഇനി അതുകൊണ്ട് തിരിച്ച് വീണ്ടും ബെയർ ആക്ടിലേക്ക് പോകാമെന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ യു ഡോണ്ട് ഫാൾ ഇൻ ടു ദാറ്റ് ട്രാപ്പ്. പഠിക്കാനൊക്കെ അല്ലെങ്കിൽ പഠിപ്പിക്കാനൊക്കെ വലിയ എളുപ്പമായിരിക്കും. കാരണം നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ട, സ്ലൈഡ് പ്രിപ്പയർ ചെയ്യേണ്ട, ഏതെങ്കിലും ഒരു ആക്ടിൻ്റെ കോപ്പി എടുത്ത് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, കുറേയൊക്കെ എനിക്കറിയാം, കുറേ അറിയത്തില്ല എന്ന് പറഞ്ഞു തരുന്നു. സോ ദാറ്റ്സ് നോട്ട് ദ പ്രാക്ടീസ് ഓഫ് സ്റ്റഡിങ്, ടീച്ചിങ് ആൻഡ് സ്റ്റഡിങ്. പഠിക്കുന്നതിൻ്റെയും രീതി അതല്ല. പ്രത്യേകിച്ച് ഇത്തരം ആക്ടുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒന്ന് നോക്കുക. ഈ ആക്ടിൻ്റെ ഓരോ കാര്യങ്ങളും കീറി മുറിച്ചൊന്നുമല്ല ചോദിക്കുന്നത്. ഇനി സിലബസിലേക്കൊന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ടോപ്പിക് എന്താണ് പറയുന്നത്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. സോ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ കഴിഞ്ഞാൽ പിന്നെ അതിൽ കൊടുത്തിട്ടുള്ള കാര്യം എന്താണ്,
മേജർ റെക്കമെൻഡേഷൻസ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ള മേജർ റെക്കമെൻഡേഷൻ. എഗെയിൻ സിലബസ് ഒന്നും കൂടെ ഒന്ന് വായിക്കുക. മേജർ റെക്കമെൻഡേഷൻ എന്നാണ്. ഓൾ റെക്കമെൻഡേഷൻസ് നല്ല തന്നിട്ടുള്ളത്. ദി മേജർ റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ സിലബസ് സിമ്പിളായി എന്നുള്ളതാണ്. അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ബേസിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റിപ്പോർട്ട്, ഞാനത് നോക്കിയ ആളാണ്, റിപ്പോർട്ട് നോക്കി റെഫർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ചോദ്യപേപ്പറുകൾ റെഫർ ചെയ്തിട്ടാണ് നിങ്ങളുടെ നോട്ട്സിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ആക്ടിനകത്ത് നിന്നും മറ്റുമൊക്കെ പഠിക്കുന്നത് പോലെ എക്സാക്റ്റ് വേർഡിങ് മാത്രം കോട്ട് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ എക്സാക്റ്റ് റെക്കമെൻഡേഷൻ വേർഡ്സ്, ഈ കമ്മീഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വേർഡ്സ് ഒന്നും അല്ല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. കാരണം ഈ ഒരു ഭാഗം 1950s ശേഷം ഇങ്ങോട്ട് പല എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള, ഇപ്പം ലൈക്ക് നമ്മുടെ ടീച്ചേഴ്സ് മാനുവൽ ആണെന്നുണ്ടെങ്കിലും അതേപോലെ ടീച്ചിങ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബി എഡ് പോലെയുള്ള കോഴ്സുകൾക്കാണെന്നുണ്ടെങ്കിലും UGCയുടെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നെറ്റ് എക്സാമിനും ഒക്കെ ഇത് സിലബസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ അക്കാഡമിക് സ്റ്റൈലിൽ കുറേയധികം കാര്യങ്ങൾ ഈ റെക്കമെൻഡേഷൻസിനെ നേരിട്ട് പറയാത്ത കാര്യങ്ങളെയും ഡെഡ്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നേരിട്ട് പറയാത്ത വേർഡ്സിലും ഇത് എഴുതപ്പെട്ടിട്ടുണ്ട്. അത്തരം പുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എക്സാക്റ്റ് റിപ്പോർട്ടിൽ നിന്ന് വേർഡ്സ് കോട്ട് ചെയ്തോ സെൻറ്റൻസ് കോട്ട് ചെയ്തോ അല്ലാതെ നമ്മൾ നോക്കിയാൽ ആ റിപ്പോർട്ടിൽ പ്രത്യക്ഷത്തിൽ ഒരുപക്ഷെ കാണണമെന്നില്ല. അതിൻ്റെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു രീതിയിൽ അക്കാഡമിക്സിൽ ഉള്ള ബുക്കുകളിൽ നിന്നും അത്തരം കണ്ടൻറ്റിൽ നിന്നുമുള്ള ചോദ്യങ്ങളും PSC ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ പഠിക്കേണ്ടത് അങ്ങനെയാണ്. അതായത് ഈ ഒരു കാര്യം, റിപ്പോർട്ടിൻ്റെ എസെൻസ് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള പുസ്തകങ്ങളുണ്ടാകും. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ റെക്കമെൻഡേഷൻസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള റെക്കമെൻഡേഷൻസാണ് നമ്മൾ പഠിക്കാനായിട്ട് എടുക്കേണ്ടത്. സോ റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ്, ഇപ്പോൾ എല്ലാ റിപ്പോർട്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്. ആൻഡ് ബേസിക്കലി അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റിയിട്ട് ആദ്യം ഉണ്ടാകും, പിന്നെ എങ്ങനെയാണ് അതിൻ്റെ രീതികൾ, പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, ഈ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹിസ്റ്ററി. ഇതിപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ വെച്ചിട്ടാണ്. ഹിസ്റ്ററി ഓഫ് ഡെവലപ്മെൻറ്റ് ടിൽ ഇൻഡിപെൻഡൻസ്, അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം ദി എയിം ഓഫ് ദി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ ഓരോ ചാപ്റ്ററുകളിൽ ഓരോ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്ത് ലാസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ, ദെൻ അതിൻ്റെ ഫിനാൻസ് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ തുടങ്ങിയത്, പിന്നെ ഇന്ത്യയിലുള്ള നിലവിലത്തെ കോളേജുകളെ പറ്റിയിട്ടും മൊത്തത്തിലുള്ള ഒരു ഐഡിയയും കാര്യങ്ങളും, ഇങ്ങനെയൊക്കെ യൂണിവേഴ്സിറ്റികളെ പറ്റിയിട്ടുള്ള ഐഡിയയും ഒക്കെ ആയിട്ടായിരിക്കും ആ റിപ്പോർട്ട് പോകുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അറൗണ്ട് 800 പേജസ് അത്രയുമൊക്കെ വരുന്നുണ്ട്. ഓരോ ചാപ്റ്ററിൻ്റെയും ഒടുവിലായിട്ട് മേജർ റെക്കമെൻഡേഷൻസ് എന്നുള്ള ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ റെക്കമെൻഡേഷൻസും പറയുന്നുണ്ട്. മേജർ എന്നല്ല, ഓൾ റെക്കമെൻഡേഷൻസ്. അപ്പോൾ ആ ഓൾ റെക്കമെൻഡേഷൻസ് ആണ് നമ്മളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കേണ്ടത്. അതിൽ തന്നെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളത്, കാരണം അന്ന് വന്ന ഈ റിപ്പോർട്ട് ഇന്നും റെലവൻ്റ് ആവുന്നതിന് കാരണമാവുന്ന റെക്കമെൻഡേഷൻസ് ഉണ്ട്. ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള അന്ന് പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ്. അതല്ലാതെ അഡ്മിനിസ്ട്രേഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും മറ്റുമൊക്കെ കൊണ്ടുവന്നിട്ടുള്ള വേറെയും കുറേ റെക്കമെൻഡേഷൻസ് വരുന്നുണ്ട്. ചില സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. അതല്ലാതെ തന്നെ ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം എന്തെങ്കിലും കൂടുതലാക്കുക, ഇപ്പോൾ അധ്യാപകരുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ അവരുടെ സാലറി, അതൊക്കെ അന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ എമൗണ്ടും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. അതും എടുത്ത് ഇപ്പം നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. സോ അതാണ് മേജർ റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞാൽ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേജർ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. സോ ഓൾ റെക്കമെൻഡേഷൻസ് അല്ല എന്നുള്ളൊരു കാര്യം അറിഞ്ഞു വെച്ചിരിക്കുക. സോ സമ്മറി ഓഫ് റെക്കമെൻഡേഷൻസ് ആയിരിക്കും പുസ്തകങ്ങളിൽ പഠിക്കാനുള്ളത്. അതിൽ നിന്ന് തന്നെ അണ്ടർലൈൻ ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവ നമ്മൾ നോക്കി വെച്ചിരിക്കുക എന്നുള്ളതാണ്. ദെൻ ഇതേപോലെ തന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനെ പറ്റിയിട്ടും മുതലിയാർ കമ്മീഷനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ദെൻ UGC ആക്റ്റും അതിൻ്റെ UGC കമ്മീഷൻ്റെയും ഗ്രാൻഡ് കമ്മീഷൻ്റെയും അതിൻ്റെ റെക്കമെൻഡേഷൻസ് പഠിക്കാനുണ്ട്. ദെൻ ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓർ ദ കോത്താരി കമ്മീഷൻ, അതിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. ദെൻ നാഷണൽ നോളജ് കമ്മീഷൻ 2005-6-9, ഇതിൻ്റെ മേജർ റെക്കമെൻഡേഷൻസ്, അവിടെയും മേജർ റെക്കമെൻഡേഷൻസ് ആണ്. എല്ലാം മേജർ റെക്കമെൻഡേഷൻസ് ആൻഡ് റിഫോംസ് ആണ് പഠിക്കാനുള്ളത് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ടും ഓർത്ത് വെച്ചിരിക്കുക. നിങ്ങൾ ഡൈവേർട്ടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ഈസി ആയിട്ട് 13 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ്. വളരെ ഇത് കുറച്ചല്ലേ ഉള്ളെന്നോ അല്ലെങ്കിൽ ഇത് ഇത്രയും പഠിച്ചാൽ പോരാ എന്നുള്ളൊരു ടെൻഡൻസിയിൽ കൂടുതലായിട്ടും ഈ റിപ്പോർട്ടിലേക്ക് പോയി അതിൽ നിന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് ഈ റിപ്പോർട്ട് ഇറ്റ്സെൽഫ് തന്നെ ചില ഏരിയാസ് വായിച്ച് മനസ്സിലാക്കാൻ പാടാണ്. അതേപോലെ തന്നെ വളരെ എക്സ്പ്ലിസിറ്റായിട്ട് മെൻഷൻ ചെയ്യാത്ത കാര്യങ്ങളുമൊക്കെ റിപ്പോർട്ടിലുണ്ടാവും. നമുക്ക് വായിക്കുമ്പോൾ തന്നെ തോന്നി ഇത് എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. പിന്നെ ലാംഗ്വേജും ചിലപ്പോൾ ആ ഒരു സമയത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് കുറച്ച് നമുക്കിപ്പം ഉള്ളൊരു സ്റ്റൈലിലല്ല എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ എനിക്ക് വായിച്ചപ്പം തോന്നിയ ഒരു കാര്യമാണ്. നിങ്ങളും ആ ഒരു ബേർഡൻ എടുത്ത് തലയിലോട്ട് വെക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ക്ലാസ് ഫോളോ ചെയ്യുക, ദാറ്റ്സ് ഓൾ. ആൻഡ് ഇഫ് യു ആർ ഗെറ്റിംഗ് എ ഗുഡ് ബുക്ക് ടു റീഡ്, ദെൻ റീഡ് ദാറ്റ് ബുക്ക്. അത്രമാത്രം ചെയ്താൽ മതി.
നെക്സ്റ്റ് ഈസ് ഓൺ യൂണിറ്റ് 2. സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അവിടെയും എന്താണ് നമ്മളുടെ എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോളിസിയും മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടുമാണ്. സോ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968, ദെൻ 1986, ദെൻ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1992, ദെൻ കമ്മ്യൂണിറ്റി മിനിമം പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നുണ്ട്. ദെൻ എന്താണ് റിവൈസ്ഡ് പോളിസി ഫോർമുലേഷൻ, ദെൻ യശ്പാൽ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട്, ദെൻ ലേണിംഗ് വിതൗട്ട് ബർഡൻ. ഇതൊക്കെ എടുത്ത് ഇങ്ങനെ സിലബസിൽ പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് മാത്രം തന്നെ നിങ്ങൾക്ക് ഒരു ചോദ്യം, ഒരു മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ലേണിംഗ് വിതൗട്ട് ബർഡൻ എന്ന് പറയുന്നത് അതൊരു ടൈറ്റിലാണ്. അപ്പോൾ അത് ഏതിൻ്റെ റിപ്പോർട്ടിൻ്റെ ആണെന്നൊക്കെയുള്ള കാര്യം. ദെൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫ്രം ദിസ് ഏരിയ ബിക്കോസ് ഇറ്റ് ഈസ് ദ പ്രസൻറ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. കൂടുതൽ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരും. 2 അല്ലെങ്കിൽ 3 ചോദ്യം എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും ഒന്നുകൊണ്ട് അവർ നിർത്തത്തില്ല. 7ൽ 2 ചോദ്യം എന്തായാലും ഉണ്ടാവും, അല്ലെങ്കിൽ 3, 4 വരെയും പോകും, കുഴപ്പമൊന്നുമില്ല. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്. അപ്പോൾ അതും കൂടിയിട്ട് എന്ത് ചെയ്യുക, ഈ ഏരിയ പഠിക്കുന്ന സമയത്ത് ആദ്യം വേണമെങ്കിൽ ഇത് തന്നെ നോക്കിക്കോളാം. പക്ഷേ ഇതൊരു എവല്യൂഷൻ ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ബട്ട് സ്റ്റിൽ ഈ റെക്കമെൻഡേഷൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 റെക്കമെൻഡേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചിരിക്കുക എന്നുള്ളതാണ്. സോ സിലബസ് ഇത്രയേ ഉള്ളൂ. സിലബസിൽ കുറച്ചധികം കമ്മിറ്റീസും പോളിസിയും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ റെക്കമെൻഡേഷൻസ് പഠിക്കുക. അതിനപ്പുറത്തോട്ട് വേറെ ഒന്നും നമ്മൾ അറിയണമെന്നില്ല. അതിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവയിലേക്ക് ചുരുക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ്സ് അബൌട്ട് ദ സിലബസ്. സോ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. 1948-49 സോ 1948 കമ്മീഷൻ വരുന്നത്. ആൻഡ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും. സോ ഒരു കമ്മീഷനെ പറ്റിയിട്ടൊരു ഇൻട്രൊഡക്ഷൻ തരികയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്മീഷൻ ഒരു ചെയർമാൻ ഉണ്ടാവും, കുറേയധികം മെമ്പേഴ്സ് അതിനകത്ത് വരുന്നുണ്ടാവും. സോ ബേസിക്കലി ചെയർമാൻ്റെ പേരാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ടത്. എക്സാം അങ്ങനെ ചോദിക്കാറുള്ളൂ. മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെയും പേര് ജസ്റ്റ് എന്തായാലും നോട്ടിൽ കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. റീഡ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് വായിച്ച് നോക്കിക്കോളൂ, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഏത് വർഷം നിലവിൽ വരുന്നു എന്നുള്ളത് അതൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ കമ്മീഷൻ വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നുള്ളതാണ്. ദെൻ നമ്മളൊരു സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനുണ്ട്. ദെൻ ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷനുണ്ട്. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ചില പ്രത്യേക ഡൊമൈനിലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം കമ്മീഷൻസ് നിലവിൽ വരുന്നത്. അപ്പോൾ അതിനെ വെച്ചുകൊണ്ടുള്ള ചോദ്യം, ഏറ്റവും സിമ്പിൾ ചോദ്യം ചോദിക്കുന്നത് അതായിരിക്കും. ഈ രാധാകൃഷ്ണ കമ്മീഷൻ, ഇപ്പം ഇതിൻ്റെ ചെയർമാൻ്റെ പേര് രാധാകൃഷ്ണൻ. അപ്പം രാധാകൃഷ്ണ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അതിൻ്റെ എന്താണ് എയിം എന്ന് പറയുന്ന ഒരു കാര്യം, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യം. ഇതായിരിക്കും ഏറ്റവും ബേസിക് ലെവലിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ചോദ്യം. ആൻഡ് ആ ചോദ്യം ഇപ്പം നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പുള്ള എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം നോക്കാം. അപ്പോൾ അത് എന്താണ് അവിടെ നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. Which education commission stressing upon women's education stated that women's and men's education should have many elements in common but should not be in general identical in all respect as is usual the case today. അപ്പം വിമൻ എഡ്യൂക്കേഷനുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് കമ്മീഷൻ കോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം, അത് അതേപോലെ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അതേപോലെ കോട്ട് ചെയ്തിട്ട് ചോദിക്കുകയാണ്, ഇത് ഏത് എഡ്യൂക്കേഷൻ കമ്മീഷനാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നത്. അത് ഏതാണെന്നുള്ളത് സോ ബേസിക്കലി നമ്മുടെ സിലബസ് അതായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഫസ്റ്റ് ടോപ്പിക് അതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതാണെന്നുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ എടുക്കേണ്ട, നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മീഷനെ പറ്റിയിട്ട് പഠിക്കുന്ന സമയത്ത് കമ്മീഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഫാക്റ്റുകൾ അറിഞ്ഞിരിക്കുക, ബേസിക് ഫാക്റ്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ എന്താണ് കമ്മീഷൻ്റെ ബേസിക് ഫാക്ട് ഉദ്ദേശിച്ചത് ചെയർമാൻ ആരാണ്, ഏത് വർഷമാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ എന്താണ് മേജർ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്ന കാര്യം, മേജർ റെക്കമെൻഡേഷൻസ് എന്നുള്ള പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുക എന്നുള്ളത്. അതിനുശേഷം പിന്നീട് വരുന്നത്, അതായത് കമ്മീഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്ന കാര്യം, ഇത് കമ്മീഷൻ്റെ അതേ ലാംഗ്വേജിൽ തന്നെ ആയിരിക്കണമെന്നില്ല. നമ്മൾ അതല്ലാതെ ഇതിൽ നിന്നും മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ 2 രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ടാവും. പിന്നെ വരുന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും കണ്ടുവന്നിട്ടുള്ളതാണ്, ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് സെൻറ്റൻസുകളായിരിക്കും. ആ സെൻറ്റൻസ് കോട്ട് ചെയ്തുകൊണ്ട് ഇത് ഏത് കമ്മീഷനിലാണ് ഈ കാര്യത്തെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ കമ്മീഷൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏതാണ് എന്നുള്ളത് തുടങ്ങിയ ചോദ്യം. ഇതാണ് നെക്സ്റ്റ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് എഡ്യൂക്കേഷൻ കമ്മീഷൻ ആക്റ്റുകളിൽ നിന്നും കാണാൻ പറ്റുന്നത്. അപ്പം കമ്മീഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ളൊരു ചോദ്യമുണ്ട്. അത് നമുക്കെന്താണ് ജനറലി നമ്മൾ മനസ്സിലാക്കുന്നത്, അതിൻ്റെ റെക്കമെൻഡേഷൻ എന്ന രീതിയിൽ മനസ്സിലാക്കുന്ന തരത്തിലും, എന്നാൽ എക്സാക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റിയിട്ടായിരിക്കും പറയുന്നത്. വുമൻ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ഇവിടുത്തെ എക്സാമ്പിളെങ്കിൽ മറ്റു പല എക്സാമ്പിളുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റു ഇതേപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കോട്ട് ചെയ്യുന്നുണ്ടാവും. അത്തരം ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് തന്നെ
വായിച്ചു വെച്ചിരിക്കുക. അതും നോട്ടിനോടൊപ്പം കൊടുത്തു പോകുന്നുണ്ട്. അത് റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ടും വരുന്നുണ്ട്, അല്ലാതെയും കൊടുത്തു പോകുന്നുണ്ട്. സോ ദിസ് ഈസ് വൺ കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു രാധാകൃഷ്ണ കമ്മീഷൻ ദി എയിം ഓഫ് ദ ഹയർ എഡ്യൂക്കേഷൻ ഡസ് നോട്ട് ഇൻക്ലൂഡ്. അതായത് ഹയർ എഡ്യൂക്കേഷൻ്റെ എയിം എന്ന് പറയുന്നത്, അതിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ഇല്ലാത്തത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കമ്മീഷൻ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ലക്ഷ്യങ്ങളാണ് ആദ്യം പഠിക്കേണ്ടത്. വൈ ഈ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നു, അത് അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്കുണ്ടാവും. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. അതായത് ഈ ചോദ്യം തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടേ ഇല്ലെന്ന് വിചാരിക്കുക, നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ട് ഇങ്ങനെയൊക്കെ കുറേ കമ്മീഷൻസ് ഉണ്ടെന്നുള്ളത് സിലബസ് നോക്കിയപ്പോൾ. അങ്ങനെ പോലും നിങ്ങൾക്ക് ഈ ചോദ്യത്തെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. രാധാകൃഷ്ണ കമ്മീഷൻ എന്നുള്ളതാണ് കമ്മീഷൻ്റെ പേര്, രാധാകൃഷ്ണൻ കമ്മീഷൻ. ആൻഡ് ദ എയിം ഓഫ് ദ ഹയർ എഡ്യൂക്കേഷൻ. അപ്പോൾ നമുക്കറിയാം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് കമ്മീഷൻ എന്നുള്ളത് ആദ്യമേ സിലബസിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ് എയിം ഓഫ് ദ ഹയർ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇനി താഴോട്ട് നോക്കിയേ, ടു ഡെവലപ്പ് ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ഹു ക്യാൻ ഗിവ് ദെയർ കോൺട്രിബ്യൂഷൻ ഇൻ പൊളിറ്റിക്സ്, അഡ്മിനിസ്ട്രേഷൻ, ഇൻഡസ്ട്രി, കൊമേഴ്സ്. ആയിക്കൂടെ, ആവാം, ഹയർ എഡ്യൂക്കേഷനാണ്. ടു ഡെവലപ്പ് ഡെമോക്രാറ്റിക് വാല്യൂസ്, പീസ് ആൻഡ് ഹാർമണി. ആവാൻ പറ്റുമായിരിക്കാം, അറിയില്ല, പക്ഷേ എന്താണ് പറയുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ടു റിഫോം സെക്കൻഡറി എഡ്യൂക്കേഷൻ, പറ്റുമോ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതവിടെ നിൽക്കട്ടെ. ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ, അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ ഭാഗമാണോ എന്നുള്ളൊരു സംശയം വരും. അതിൽ ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ വന്നാലും തിരക്കിയിട്ടില്ല. പക്ഷേ ടു റിഫോം സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണ് റിഫോം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ വി ഹാവ് അനദർ കമ്മീഷൻ ഫോർ ദ റിഫോർമേഷൻ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, അങ്ങനെ ഒരു കമ്മീഷനും കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലുമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കണ്ണിങ് മൈൻഡ് ആണെങ്കിൽ പോലും ഇതിൻ്റെ ഉത്തരത്തിലോട്ട് വരാൻ പറ്റും. ഇനി അതല്ല, ഒരു ബേസ് ലെവലിലുള്ള പഠനമാണെന്നുണ്ടെങ്കിലും ഈ സാധനം പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഡെപ്തിലോട്ടൊന്നും പോയിട്ടില്ല, ജസ്റ്റ് കമ്മീഷൻസ് എന്തായിരുന്നു, അത് എന്തിനു വേണ്ടി നിലവിൽ വന്നു എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷേ പ്രീവിയസ്ലി വന്നൊരു കാര്യം എന്ന് പറയുന്നത്, അതങ്ങനെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ഏത് കമ്മീഷനാണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. സോ ദിസ് ഈസ് അനദർ കൈൻഡ് ഓഫ് എ ക്വസ്റ്റ്യൻ. ഇനി ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എയിം ഓഫ് ദ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഒന്നും എങ്ങും റിപ്പോർട്ടിലൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. കുറേയധികം ലക്ഷ്യങ്ങളെ പറ്റിയിട്ട് പലയിടങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അതിൽ ആദ്യം തന്നെ എന്താണ് എയിം എന്നുള്ളൊരു അർത്ഥത്തിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ എയിം ഓഫ് ദ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു രീതിയിലൊരു ടോപ്പിക്ക് വരുന്നുണ്ട്. അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ടു ഡെവലപ്പ് ഗ്രേറ്റ് പേഴ്സണാലിറ്റി, ടു ഡെവലപ്പ് ഡെമോക്രാറ്റിക് വാല്യൂ, പീസ് ആൻഡ് ഹാർമണി എന്നൊന്നും അല്ല എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അത് മറ്റൊരു ലാംഗ്വേജിലാണ് എഴുതി പോയിട്ടുള്ളത്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നെടുത്തിട്ടുള്ള എലമെൻസിനെ പറ്റിയിട്ടൊക്കെ ടു എയിമിൻ്റെ അണ്ടറിൽ ന്യൂ ഇന്ത്യ എന്നൊരു ഹെഡിങ് ഉണ്ട്. അതിന് താഴെ എന്താണ് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി നാഷൻ വൈഡ് ആണെങ്കിലും അല്ലെങ്കിൽ വേൾഡ് വൈഡ് എന്നുള്ള അർത്ഥത്തിലുമൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ഈ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾക്കകത്ത് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ആകത്തുകയായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഡെവലപ്പ് ഗ്രേറ്റ് പേഴ്സണാലിറ്റി ഹു ക്യാൻ ഗിവ് ദെയർ കോൺട്രിബ്യൂഷൻ ഇൻ പൊളിറ്റിക്, അഡ്മിനിസ്ട്രേഷൻ, ഇൻഡസ്ട്രി, കൊമേഴ്സ്, ടു ഡെവലപ്പ് ഡെമോക്രാറ്റിക് വാല്യൂ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊരു അക്കാഡമിക് ലാംഗ്വേജിലാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എക്സാക്റ്റ് വേർഡിങ് ഫ്രം ദ കമ്മീഷൻസ് റിപ്പോർട്ട് അങ്ങനെയല്ല ചോദിച്ചിട്ടുള്ളത്. അപ്പം ചോദ്യങ്ങൾ ആ അർത്ഥത്തിലും ഉണ്ടാകും. അപ്പം നമ്മൾ ആകത്തുക കമ്മീഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ റെക്കമെൻഡേഷൻസ് പഠിക്കുക. ഓക്കെ, സോ ഇങ്ങനെ ആയിരിക്കണം ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ സ്റ്റിക്കിംഗ് വിത്ത് ദ ഒറിജിനൽ ഡോക്യുമെൻറ്റുമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർക്കാൻ പറ്റത്തില്ല, കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. സോ ക്വസ്റ്റ്യൻസ് ഇതാണ് വന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് പോകാം. സോ the first one is University Education Commission 1948-49. 1948 കമ്മീഷൻ നിലവിൽ വരുന്നത്. 49 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ആൻഡ് കമ്മീഷൻ കുറേയധികം ക്വസ്റ്റ്യനിയറും കാര്യങ്ങളുമൊക്കെ തയ്യാറാക്കിയിട്ട് അതിൻ്റെ ആൻസേഴ്സ് കളക്ട് ചെയ്യുക, അതേപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികൾ സന്ദർശിച്ചുകൊണ്ട് അവിടെ നിന്നുള്ള ഫീഡ്ബാക്കുകളും മറ്റു കാര്യങ്ങളുമൊക്കെ കളക്ട് ചെയ്തും മറ്റുമൊക്കെയാണ് ഈ ഒരു തരത്തിൽ ഈ ഒരു എന്താ പറയുന്നത് ഒരു കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതും അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്കൊക്കെ പോകുന്ന ഒരു പ്രൊസീജിയർ അങ്ങനെയായിരുന്നു. ദെൻ ഈ ഒരു കമ്മീഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഈസ് ദ ഫസ്റ്റ് മേജർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. അതിപ്പം പറയാതെ തന്നെ അറിയാമല്ലോ, ഇൻഡിപെൻഡൻസ് കിട്ടിയ ഉടനെ തന്നെ വന്നൊരു കമ്മീഷനാണ്. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് മേജർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇൻ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ മേജർ എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് കോട്ട് ചെയ്യാം കേട്ടോ. ഈ ചോദ്യം ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളായിട്ട് വരുന്നതാണ്. കേൾക്കുമ്പം സിമ്പിളാണ്, പഠിക്കുമ്പോഴും സിമ്പിളാണ്, പക്ഷേ ഇതേ ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയായിരിക്കും വരുന്നത്. ആൻഡ് ചെയർമാൻ ആരായിരുന്നു എന്നുള്ളതാണ്. ഈ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനായിരുന്നു കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും കോമൺ ആണ്. അപ്പോൾ രാധാകൃഷ്ണ കമ്മീഷൻ എന്നും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അറിയപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അതിൽ നിന്ന് വ്യക്തമാണ്. ദെൻ എന്നാണ് കമ്മീഷൻ നിലവിൽ വരുന്നത്? നവംബർ 4, 1948 കമ്മീഷൻ നിലവിൽ വരുന്നത്. ഡിസംബർ 6 ആദ്യത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇയർ ഓഗസ്റ്റിൽ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. സോ ഇതിൽ ഫസ്റ്റ് മീറ്റിംഗ് ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളൊരു ഡേറ്റ് ആണ് അതെന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ എന്താണ്, ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക, ഫോംഡ് ആൻഡ് റിപ്പോർട്ട് സബ്മിറ്റഡ്, ഈ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നവംബർ 4, 1948 ഫോം ചെയ്യുന്നു, 49 ഓഗസ്റ്റിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ കമ്മീഷൻ അതിൻ്റെ ലക്ഷ്യമായിട്ട് റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്, ഇറ്റ് വാസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു റിപ്പോർട്ട് ഓൺ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, ഇന്ത്യയിലെ നിലവിലത്തെ ഹയർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക, അതിൻ്റെ നിലവിലത്തെ വർക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആൻഡ് സജസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ്സ് ആൻഡ് എക്സ്റ്റൻഷൻസ് ദാറ്റ് മേ ബി ഡിസൈറബിൾ ടു സ്യൂട്ട് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ കൺട്രി. നിലവിലത്തെയും ഭാവിയുടേതുമായിട്ടുള്ള, നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള, ഇപ്പം രാജ്യത്തിന് നിലവിൽ പ്രസൻ്റായിട്ട് ആവശ്യമായിട്ടുള്ളതും ഭാവിയിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും എന്ന അർത്ഥത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുമോ ഇൻ ഹയർ എഡ്യൂക്കേഷൻ, അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റെക്കമെൻഡേഷനും ഇപ്പോഴത്തെ നമ്മളുടെ ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു റിപ്പോർട്ടും തയ്യാറാക്കുക എന്നുള്ളതാണ് കമ്മീഷന് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് ഒക്കെയും തന്നെ എന്തായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എല്ലാം അല്ലെങ്കിൽ പോലും ചിലതൊക്കെ ആ കാലഘട്ടത്തിൽ പറ്റാത്ത കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഐഡിയൽ സിറ്റുവേഷൻ എന്നുള്ളൊരു രീതിയിലൊക്കെ കുറേ റെക്കമെൻഡേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ കുറേയധികം ഗ്രൗണ്ട് ചേഞ്ചിങ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും മോഡേൺ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ അടിത്തറവാകിയിട്ടുള്ളൊരു കമ്മീഷനായിരുന്നു എന്തെന്ന് പറയുന്നത്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത്. സോ ദ ഓവറോൾ ഗോൾ എന്തായിരുന്നു? കമ്മീഷൻ ആകത്തുകയായിട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഈ റെക്കമെൻഡേഷൻസിൻ്റെ ഭാഗം കൂടിയിട്ടാണിത്. ദി ഗോൾ വാസ് ടു ഇൻ്റഗ്രേറ്റ് സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ എയിമിനകത്തത് പറഞ്ഞു കണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് സെക്കൻഡറി എഡ്യൂക്കേഷൻ റിഫോം ചെയ്യുക എന്നുള്ളതല്ല, ഹയർ എഡ്യൂക്കേഷനാണ് റിഫോർമേഷൻ കൊണ്ടുവരുന്നത്. ബട്ട് സ്റ്റിൽ അങ്ങനെ ഹയർ എഡ്യൂക്കേഷൻ മാത്രമായിട്ട് പിക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ? +2 കഴിഞ്ഞിട്ട് സ്കൂൾ ലെവൽ കഴിഞ്ഞിട്ടല്ലേ ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹയർ എഡ്യൂക്കേഷനെ എങ്ങനെയെങ്കിലുമൊക്കെ വരട്ടെ, എവിടെയെങ്കിലുമൊക്കെ പോയി ക്ലാസ്സിലൊക്കെ കയറാതെയൊക്കെ പഠിച്ച് വരട്ടെ, നമുക്ക് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്ന് നന്നാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹയർ എഡ്യൂക്കേഷൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനകത്ത് സെക്കൻഡറി എഡ്യൂക്കേഷനെ കൂടി ചേർത്തിട്ടായിരിക്കും കൊണ്ടുപോകേണ്ടി വരിക. സോ ഗോൾ എന്തായിരുന്നു? ദ ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ത്രൂ എ 12-year സ്കൂൾ കോഴ്സ് ഫോളോഡ് ബൈ എ 3-year ബാച്ചിലർ ഡിഗ്രി. അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക്, അതായത് ഒരു 12 വർഷം സ്കൂൾ കോഴ്സും അതിനുശേഷം 3 വർഷം, ആദ്യത്തെ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ കോളേജിൽ ചേരുമ്പോൾ ആദ്യത്തെ ഡിഗ്രി എന്ന് പറയുന്നത്, യൂണിവേഴ്സിറ്റി ഡിഗ്രി എന്ന് പറയുന്നത് 3-year ബാച്ചിലർ ഡിഗ്രി ആയിട്ട് എന്ന രീതിയിലാണ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെയാണ് 12 years സ്കൂളിംഗ്. ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഇതൊരു ചോദ്യമായിട്ട്, ഒരു ചോദ്യത്തിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. ദ ഗോൾ വാസ് ടു ഇൻ്റഗ്രേറ്റ് സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. നെക്സ്റ്റ്, ദ കമ്മീഷൻ റെക്കമെൻഡർ 12 years സ്കൂൾ കോഴ്സ് ഫോളോഡ് ബൈ എ 3-year അല്ലെങ്കിൽ 3-year ബാച്ചിലർ ഡിഗ്രി ആഫ്റ്റർ 12 years ഓഫ് സ്കൂൾ കോഴ്സ് എന്ന രീതിയിലും എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് വരാം. സോ കമ്മീഷൻ്റെ ഗോൾ എന്തായിരുന്നു? ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആൻഡ് ദ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ത്രൂ എ 12-year സ്കൂൾ കോഴ്സ് ഫോളോഡ് ബൈ 3 years ഓഫ് ബാച്ചിലർ ഡിഗ്രി എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. നെക്സ്റ്റ്, രാധാകൃഷ്ണ കമ്മീഷനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതിനു മുമ്പുണ്ടായിരുന്ന കൽക്കട്ട യൂണിവേഴ്സിറ്റി റിഫോമിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു, കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ. 1917, 1919 ആ ഒരു പീരീഡിലായിരുന്നു ഉണ്ടായിരുന്നത്. സാഡ്ലർ കമ്മീഷൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡെപ്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സാഡ്ലർ കമ്മീഷൻ എന്നുള്ള പേരിൽ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് സാഡ്ലർ എന്ന് പറയുമ്പം ചെയർപേഴ്സൺ ആയിരിക്കും എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ആൻഡ് ആ സാഡ്ലർ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള കുറേ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ആ നിർദ്ദേശങ്ങൾക്കകത്ത് പറഞ്ഞിട്ടുള്ളതായിരുന്നു ഈ പറയുന്നത് പോലെയുള്ള ഇൻ്റർ കണക്റ്റഡ് നേച്ചർ, അതായത് സ്കൂൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ് എന്നുള്ളത്, അതിനകത്തൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിലുണ്ടായിട്ടുള്ള കുറേ റിഫോംസ് ഉണ്ട്. അതേപോലെ തന്നെ ടീച്ചിങ് സ്റ്റാൻഡേർഡ്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ റിഫോംസ് സാഡ്ലർ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേഷനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിവാമ്പിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമ്മീഷനായിരുന്നു അത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ കമ്മീഷനും ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ രാധാകൃഷ്ണ കമ്മീഷൻ എന്ന് പറയുന്നത്
അതിൽ പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് സാറ്റ്ലർ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ള കമ്മീഷനിൽ പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസുമായിട്ടും റിസംബ്ലൻസ് സിമിലാരിറ്റീസ് ഉണ്ട് പല കാര്യങ്ങളിലുമാണ്. ഇൻഡിപെൻഡൻ്റ് അല്ലാത്തൊരു ഇന്ത്യയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതല്ലാതെ എന്താണ് ജനറൽ ഇൻ ദ സെൻസ് റിഫോർമേഷൻ എന്നുള്ള അർത്ഥത്തിലും പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങളിൽ റിസംബ്ലൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ഇൻ്റലക്ച്വൽ സക്സസറാണ് സാറ്റ്ലർ കമ്മീഷൻ്റെ ഒരു ഇൻ്റലക്ച്വൽ സക്സസറാണ് രാധാകൃഷ്ണ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് തെറ്റൊന്നുമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പ്രഡിസീസർ ആയിരുന്നു സാറ്റ്ലർ കമ്മീഷൻ എന്നുള്ള അർത്ഥത്തിലും നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇറ്റ് ഹാസ് ക്ലോസ് റിസംബ്ലൻസ് വിത്ത് സാറ്റ്ലർ കമ്മീഷൻ. സാറ്റ്ലർ കമ്മീഷനുമായിട്ട് റിസംബ്ലൻസ് ഉണ്ട് പല റെക്കമെൻഡേഷൻസിലും എന്ന കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം ആദ്യമായിട്ടൊന്നുമല്ല പരീക്ഷയ്ക്ക് വരുന്നത്. UGC നെറ്റ് പോലെയുള്ള എക്സാമുകളിൽ സ്ഥിരമായിട്ടുണ്ട്, B.Ed കോഴ്സിൽ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളുടെയും മറ്റു പല ഇതേപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എക്സാമുകളിലും മറ്റുമൊക്കെ ആയിട്ട് കടന്നു വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ഏരിയാസാണ് ഇതെന്ന് പറയുന്നത്. അവിടെയെല്ലാം ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഞാൻ ഈ കൊടുത്തിട്ടുള്ള ഓരോ സെൻറ്റൻസ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇത്രയും സെൻറ്റൻസിൽ നിന്നായിട്ട് അപ്പോൾ 6 അല്ലെങ്കിൽ 7 ടോപ്പിക് ഉണ്ടെങ്കിൽ ആ 7 ടോപ്പിക്കിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യയിൽ നടന്നിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയുമാണ്. അപ്പം എന്ത് ചെയ്യുക, അത് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഓരോ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. നൗ ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ. കമ്മീഷൻ്റെ മെമ്പേഴ്സ്, അപ്പോൾ അതിൽ രാധാകൃഷ്ണനാണ്, സർവേപ്പള്ളി രാധാകൃഷ്ണനാണ് ചെയർമാൻ എന്നുള്ള കാര്യം മാത്രം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞു വെച്ചിരിക്കുക. ബാക്കിയുള്ളവരുടെ പേര് മാത്രം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ചിലരുടെയെങ്കിലും പേര് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കേട്ട് പരിചയമുണ്ട്. തുടർന്ന് അങ്ങോട്ട് വരുന്ന കമ്മീഷനിൽ വരുന്നുണ്ട് താരാചന്ദ്, ജെയിംസ് എഫ് ഡഫ്, സാക്കിർ ഹുസൈൻ, ജോൺ ടി ടിഗട്ട്, ആർതർ ഇ മോർഗൻ. ആൻഡ് ഇവരെല്ലാം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെയും ഇവിടെയുമൊക്കെ ആയിട്ടുള്ള പല യൂണിവേഴ്സിറ്റികളുടെയും വൈസ് ചാൻസലേഴ്സ്, അതേപോലെ തന്നെ ഈ ടീച്ചിങ് ഫീൽഡിലുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള വ്യക്തികളൊക്കെയാണ്. ഡോക്ടറേറ്റ് ഉള്ളവരും പ്രൊഫസേഴ്സും കൂടിയ ആൾക്കാരാണ്. വലിയ സംഭവങ്ങളായിരുന്നു അവരൊക്കെ ആ സമയത്ത്. അപ്പോൾ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ സംഗതികൾ കൊണ്ടുവന്നത്. ദെൻ ലക്ഷ്മണസ്വാമി മുതലിയാറിനെ നമ്മൾ പഠിക്കുന്നുണ്ട്, മുതലിയാർ കമ്മീഷൻ. ദെൻ മേഘനാഥ് സാഹ, സോ സയൻറ്റിസ്റ്റുകളുണ്ട്. ദെൻ നിർമ്മൽ കുമാർ സിദ്ധാന്ത, ദെൻ കർം നാരായൺ ബാഹിൽ. ഇവരൊക്കെയാണ് ഈ പറയുന്ന ചെയർമാനോടൊപ്പം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് മെമ്പേഴ്സ്. ടോട്ടൽ 10 ആളുകളുണ്ട്. സോ ഇത്രയും പേരായിരുന്നു അതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഭാഗത്ത് നിന്നും, അതായത് മറ്റ് മെമ്പേഴ്സിൻ്റെ പേരിൽ നിന്നുമുള്ള ചോദ്യങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. ചെയർമാൻ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരിക്കുക. ആൻഡ് ചെയർമാൻ്റെ പേര് മറന്നു പോകാതിരുന്നാൽ മതി. നെക്സ്റ്റ് കമ്മിങ് ടു ദ മേജർ റെക്കമെൻഡേഷൻസ്. എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള അടുത്ത കാര്യം. സോ റെക്കമെൻഡേഷൻസ്, ആസ് ഐ ഹാവ് സെഡ് ഏർലിയർ, റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറേയധികം ചാപ്റ്ററുകൾ നമുക്കുണ്ട്. ആ ചാപ്റ്ററുകളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ആ പറഞ്ഞു പോയതിൻ്റെ എല്ലാം കൂടിയിട്ട് ആകെ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ മേജർ റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് എന്ന് ഓഫ് ദ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. സോ ആദ്യത്തെ ഏരിയയിൽ എയിം ഓഫ് ദ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അവിടെ ഞാൻ പറഞ്ഞല്ലോ ന്യൂ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടൈറ്റിലുണ്ട്. ദെൻ അതിൻ്റെ താഴെ കുറേയധികം കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, സിവിക് വാല്യൂസിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. സോ അതിനെ ഒരു റെക്കമെൻഡേഷൻ എന്ന അർത്ഥത്തിൽ എന്നല്ല അവിടെ നമ്മൾ കാണുന്നത്. എയിം ഓഫ് ദ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ന അർത്ഥത്തിലാണ്. അവിടെ ഒരു റെക്കമെൻഡേഷൻ അല്ലല്ലോ അത് പറയുന്നത്. സോ റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന ഹെഡിങ്ങിൻ്റെ അണ്ടറിലാണ് ഞാൻ കൊണ്ടുവരുന്നതെങ്കിൽ പോലും അവിടെ എന്താണ് പ്രധാനമായിട്ടും അത് റെക്കമെൻഡേഷൻ അല്ല. അതിനപ്പുറത്തേക്ക് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ലക്ഷ്യമാക്കേണ്ടത് എന്നുള്ളതാണ്. ആൻഡ് ആസ് സച്ച് ഹെഡിങ് ആൻഡ് സബ് ഹെഡിങ് ആയിട്ട് മനസ്സിലാക്കിയാൽ ചോദ്യങ്ങൾ അങ്ങനെയല്ല വരിക എന്നുള്ളത് കൂടിയിട്ട് അറിഞ്ഞു വെച്ചിരിക്കുക. നമ്മുടെ ചോദ്യത്തിൽ ആദ്യം കണ്ടല്ലോ എയിം എന്താണെന്നുള്ളത് പറഞ്ഞത് എക്സാക്റ്റ് അങ്ങനെ ഹെഡിങ് സബ് ഹെഡിങ് റെക്കമെൻഡേഷനിൽ കൊടുത്ത കാര്യമല്ല. റിപ്പോർട്ട് ആകത്തുകയായി, കമ്മീഷൻ്റെ റിപ്പോർട്ട് ആകത്തുകയായി ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അത് പലയിടത്തും പല കാര്യങ്ങളും കോട്ട് ചെയ്തിട്ടുണ്ട്. അതിനെയൊക്കെ പിക്ക് ചെയ്തിട്ടാണ് ഓക്കെ ഇതാണ് ഇവിടെ കമ്മീഷൻ ലക്ഷ്യമാക്കുന്നത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ കുറേയധികം അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെ വെച്ചുകൊണ്ടുള്ള കുറേയധികം എയിം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾമോസ്റ്റ് കോംപ്രിഹെൻസീവായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ പലതും റിപ്പീറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരേ മീനിങ്, ഒരേ ഏരിയ, ഒരേ ഡൊമൈനൊക്കെ കവർ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും കേട്ടോ. കാരണം പലയിടത്തും പലതായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അതിനെ ഹെഡിങ്സ് ആൻഡ് സബ് ഹെഡിങ്സ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്.
ടു ഡെവലപ്പ് ദ ഡെമോക്രാറ്റിക് വാല്യൂസ്, പീസ് ആൻഡ് ഹാർമണി. അതൊരു ലക്ഷ്യമാണ്. ഡെമോക്രാറ്റിക് വാല്യൂസിനെ പറ്റിയിട്ടും സമാധാനത്തിനെ പറ്റിയിട്ടും ഹാർമണിയെ പറ്റിയിട്ടുമൊക്കെയുള്ള അത്തരം കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതൊരു ലക്ഷ്യമാണ്. എന്താണ് അതിൻ്റെ അണ്ടറിൽ വരുന്നത്? പ്രൊമോട്ട് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ടോളറൻസ് ആൻഡ് റെസ്പോൺസിബിൾ സിറ്റിസൺഷിപ്പ്. ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. സോ ഇതൊക്കെ മുന്നോട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ ഡെമോക്രാറ്റിക് വാല്യൂസും പീസും ഹാർമണിയും ഒക്കെയാണ് ലക്ഷ്യമാക്കുന്നത് എന്ന് പറയാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ ടു ട്രെയിൻ ഫോർ ലീഡർഷിപ്പ് ഇൻ പ്രൊഫഷൻ ആൻഡ് ഇൻ പബ്ലിക് ലൈഫ്. അതായത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശമാക്കുന്നത് ഒരു വ്യക്തിയെ രൂപീകരിച്ചെടുക്കുക. എന്ത് കാര്യത്തിനാണ്? അയാൾക്ക് ജോലി ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഫഷന് വേണ്ട സ്കില്ലും മറ്റു കാര്യങ്ങളും ഉണ്ടല്ലോ. അതേപോലെ തന്നെ എന്താണ് അയാൾ ജീവിക്കുന്ന സാഹചര്യവും ഉണ്ട്, ഒരു സോഷ്യൽ ബീയിങ് എന്നുള്ളൊരു രീതിയിൽ. രണ്ടിടത്തും എന്താണ് ലീഡർഷിപ്പ് ഉണ്ടാവുക, നേതൃത്വ പാഠവും കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ഡെവലപ്പ് ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ഹു ക്യാൻ ഗിവ് ദെയർ കോൺട്രിബ്യൂഷൻ ഇൻ പോളിറ്റിക്സ്, അഡ്മിനിസ്ട്രേഷൻ, ഇൻഡസ്ട്രി, കൊമേഴ്സ്. അപ്പോൾ വിവിധ പ്രൊഫഷനുകളിലും അതേപോലെ തന്നെ പബ്ലിക് ലൈഫിലും എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള മികച്ച വ്യക്തിത്വങ്ങളെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം എന്നുള്ളത്. ടു പ്രൊമോട്ട് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, ബൗദ്ധികപരമായിട്ടുള്ള വികാസം കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ എൻകറേജ് ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്, ക്രിട്ടിക്കൽ എൻക്വയറി, ക്രിയേറ്റിവിറ്റി, സയൻറ്റിഫിക് ടെമ്പർ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഈ പറയുന്ന എവിടെയാണെന്ന് നോക്കണം. 1947 കഴിഞ്ഞിട്ടുള്ള ഇന്ത്യയിൽ വിശ്വാസങ്ങളും മറ്റുമൊക്കെ നിൽക്കുന്ന ഇന്ത്യയിലാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ ഈ റെക്കമെൻഡേഷൻസിൻ്റെ എയിമിൻ്റെ കൂട്ടത്തിൽ കുറച്ചങ്ങോട്ട് വരുമ്പോൾ മോറൽ വാല്യൂസും അതേപോലെ തന്നെ റിലീജിയസ് കാര്യങ്ങളും പറയുന്നുണ്ട്. അതേ റിപ്പോർട്ടിൽ തന്നെയാണ് ഈ കാര്യവും പറയുന്നത്. സോ മോഡേൺ വേ ഓഫ് തിങ്കിങ് എന്ന അർത്ഥത്തിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാനുള്ള, അതായത് പഴയ കസ്റ്റമും മറ്റു കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്ത് പോകുന്നതിനപ്പുറത്തേക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുക, ക്രിട്ടിക്കൽ എൻക്വയറി കൊണ്ടുവരിക എന്ന് പറയുന്ന കാര്യങ്ങൾ. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് എന്താണ് കൂലങ്കൃഷമായിട്ട് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ത്വര ഉണ്ടായിരിക്കണം. ദെൻ ക്രിയേറ്റിവിറ്റി. ഓക്കെ, നമ്മളുടെ ക്രിയേറ്റിവിറ്റി എക്സ്പ്ലോർ ചെയ്യത്തക്ക രീതിയിൽ റാൻഡം ലേണിംഗ്, റോട്ട് ലേണിങ്ങിനപ്പുറത്തേക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു കാര്യം. ആൻഡ് സയൻറ്റിഫിക് ടെമ്പർ, അത് അറിയാമല്ലോ, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു എവല്യൂഷനും മറ്റു കാര്യങ്ങളെ പറ്റിയിട്ടുമൊക്കെ നമ്മൾ പഠിക്കാറുള്ളതാണ്. സോ ഒരു സയൻറ്റിഫിക് ടെമ്പർ എല്ലാ കാര്യത്തിലും എന്താണ് ഒരു നിരീക്ഷണ പാഠവും അതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കാനുള്ളൊരു ജിജ്ഞാസയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് സയൻറ്റിഫിക് ടെമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ടു കൾട്ടിവേറ്റ് ദ സെർച്ച് ഫോർ ട്രൂത്ത്, സത്യാന്വേഷണം അല്ലേ. To cultivate search for truth. Universities should pursue truth through teaching, research and free inquiry. അതായത് സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ടും റിസർച്ചുകൾ, ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടും അതേപോലെ തന്നെ എന്താണ് വിദ്യാഭ്യാസത്തിലൂടെയും ഒക്കെ എന്താണ് സത്യം മനസ്സിലാക്കുക എന്നുള്ളത് കുറച്ചുകൂടെ മൊറാലിറ്റിയെ കൂടിയിട്ട് ചേർത്ത് വെക്കുന്ന കാര്യമാണ് ആ പറയുന്നത്. ദെൻ ടു ഡെവലപ്പ് ക്യാരക്ടർ ആൻഡ് മോറൽ വാല്യൂസ്. ഇതാ വന്ന് നമുക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വ പാഠവും കൊണ്ടുവരിക, മോറൽ വാല്യൂസൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അതിൽ കമ്മീഷൻ കോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് എനി കോഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻറ്റൻറ്റഡ് ടു പ്രിപ്പയർ മെൻ ആൻഡ് വുമൺ ഫോർ ദ ബിസിനസ് ഓഫ് ലിവിങ് ഷുഡ് ഇൻക്ലൂഡ് ഫിലോസഫിക്കൽ സ്റ്റഡീസ് വിച്ച് ഡീൽ വിത്ത് കണ്ടക്ട് ആൻഡ് ദ എൻഡ്സ് ഓഫ് ലൈഫ്. അതായത് ജീവിതത്തിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ജീവിത മൂല്യങ്ങളും തുടർന്നങ്ങോട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇതിനെയും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിക്കൊണ്ട്, അത് ആണായിക്കൊള്ളട്ടെ പെണ്ണായിക്കൊള്ളട്ടെ, അവർ ഫിലോസഫിക്കൽ സ്റ്റഡീസിലുമൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം കേവലം ഒരു സയൻറ്റിഫിക് വേ ഓഫ് തിങ്കിങ്, മോഡേൺ തോട്ട് എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ കൾച്ചറിനെ ചേർത്ത് പിടിക്കണം, നമ്മളുടെ കസ്റ്റംസിനെയും ചേർത്ത് പിടിക്കണം എന്നൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. ദാറ്റ് ഇൻ ദ സെൻസ് എന്താണ് മോറൽ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ, ജീവിതത്തിനെ കൊണ്ട് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ എന്ന അർത്ഥത്തിലൊക്കെയാണ് അത് പറഞ്ഞു പോകുന്നത്. ദെൻ ടു പ്രിസർവ് ആൻഡ് എൻറിച്ച് ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യയുടെ ഒരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷനും കൾച്ചറും ഒക്കെ റിപ്പോർട്ടിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. സേഫ് ഗാർഡ് ഇന്ത്യാസ് കൾച്ചറൽ ഹെറിറ്റേജ് വൈൽ എൻകറേജിങ് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് ഇറ്റ്സ് ട്രഡീഷൻസ്. ഓക്കെ, അപ്പം ഇന്ത്യൻ ട്രഡീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ കൊണ്ടുവരിക എന്നുള്ളത്. അതായത് എല്ലാ കാര്യങ്ങളെയും ഒരേ കണ്ണിൽ കാണുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിനെ ബഹുമാനിക്കണം എന്നുള്ള ഒരു അർത്ഥം അവിടെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് അതിൽ നമ്മൾ മാറ്റേണ്ട കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരേണ്ടതും കൂടിയിട്ടാണ് എന്നുള്ളതാണ്. ആൻഡ് ടു സേഫ് ഗാർഡ് ഇന്ത്യാസ് റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ്. ഇന്ത്യ പോലൊരു നാടിൻ്റെ ഈ പറയുന്ന കൾച്ചറൽ ഹെറിറ്റേജിനെ അതിനെ എന്ത് ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനെ പ്രിസർവ് ചെയ്യുക. ഓക്കെ, അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ദെൻ കമ്മീഷൻ തന്നെ കോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് യൂണിവേഴ്സിറ്റീസ് ആർ ദ ഓർഗൻസ് ഓഫ് സിവിലൈസേഷൻ. സിവിലൈസേഷൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ അംഗമാണ് എന്തെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി, അതിൻ്റെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്
ഈ പറയുന്ന യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയെ മാറ്റി നിർത്താനൊന്നും പറ്റത്തില്ല. സിവിലൈസേഷൻ്റെ ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്ത് വരുന്നത് തന്നെ എന്താണ്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെയും യൂണിവേഴ്സിറ്റികളിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്ന അറിവിൻ്റെയും മറ്റും അതൊക്കെ അതിൻ്റെ ഒരു പങ്കാണ് എന്നുള്ളതാണ്. ടു ഹാർമണൈസ്, അപ്പോൾ ഇത് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് നാളെ വേണമെങ്കിൽ ഒരു ചോദ്യത്തിനകത്ത് വരാം, എന്താണ് യൂണിവേഴ്സിറ്റീസ് ആർ ദി ഓർഗൻസ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഏത് റിപ്പോർട്ടിലാണ്, അല്ലെങ്കിൽ എനി കോഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻറ്റൻഡ് ടു പ്രിപ്പയർ മെൻ ആൻഡ് വുമൺ ഫോർ ദ ബിസിനസ് ഓഫ് ലിവിംഗ് ഷുഡ് ഇൻക്ലൂഡ് ഫിലോസഫിക്കൽ സ്റ്റഡീസ് വിച്ച് ഡീൽസ് വിത്ത് കണ്ടക്ട് ആൻഡ് എൻഡ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഏത് റിപ്പോർട്ട് അല്ലെങ്കിൽ ഏത് കമ്മീഷനാണെന്ന് ചോദിക്കാം. അതുകൊണ്ടാണ് അത് അതേപോലെ തന്നെ കോട്ട് ചെയ്തിട്ടുള്ളത്. ടു ഹാർമണൈസ് ട്രഡീഷൻ വിത്ത് മോഡേണിറ്റി, കമ്പൈൻ ഇന്ത്യ സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ വാല്യൂസ് വിത്ത് മോഡേൺ സയൻറ്റിഫിക് നോളജ്. ഒരു ബ്ലെൻഡ് കൊണ്ടുവരിക എന്നുള്ളതാണ്, നമ്മളുടെ ട്രഡീഷനും മോഡേൺ സയൻസും കൂടെ ചേർത്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ആ പറയുന്നത്. രണ്ടിനും ഒരേ മൂല്യത്തിൽ ഒരേപോലെ കൊണ്ടുപോവുക എന്നുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു റൂട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം പുതിയ കാലത്തൊരു കമ്മീഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പഴയ അടിസ്ഥാനങ്ങളെയും മൂല്യങ്ങളെയും ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഇത്രത്തോളം കൊണ്ടുവരും. ഇന്ത്യയുടെ കൾച്ചറും ഹെറിറ്റേജും അതെപ്പോഴും നമ്മൾ കീപ്പ് ചെയ്ത് പോകേണ്ടതായിട്ട് വരും. അതിനുമപ്പുറത്തേക്ക് ട്രഡീഷൻസിൻ്റെയൊക്കെ കാര്യം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും എന്നുള്ളത് ചിലപ്പോൾ ഇപ്പം നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്താണ് ഒരു രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട കാര്യമാണല്ലോ എന്നൊക്കെയുള്ള ഒരു തോട്ട് ചിലപ്പം വന്നേക്കും. സോ ദിസ് ഈസ് ദ റിപ്പോർട്ട് ഓഫ് 1949. നെക്സ്റ്റ്, ടു പ്രൊമോട്ട് സയൻറ്റിഫിക് ടെമ്പർ. ഓൾറെഡി സെപ്പറേറ്റ് ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഫ്രീ തിങ്കിങ്, റാഷണൽ തിങ്കിങ്, ഒബ്ജക്റ്റിവിറ്റി, എക്സ്പെരിമെൻറ്റേഷൻ, ദെൻ റെസ്പെക്ട് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്സ്, അതായത് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കുകയും എക്സ്പെരിമെൻറ്റേഷൻസിലൂടെയും ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെയും ഒരു കാര്യത്തെ പറ്റിയിട്ട് ജസ്റ്റ് ബ്ലൈൻഡായിട്ട് കേട്ട് വിശ്വസിച്ച് പോകുന്നതിനപ്പുറത്തേട്ട് എന്താണ്, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ സയൻസിൻ്റെ വർക്കിംഗ് നമുക്കിപ്പോൾ നന്നായിട്ട് അറിയാം. നമ്മളൊക്കെ സയൻസ് ബാക്ക്ഗ്രൗണ്ടും സയൻറ്റിഫിക് ടെമ്പറോട് കൂടിയും വളർന്നു വരുന്ന ആളുകളാണ്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അന്നത്തെ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു. ടു പ്രൊമോട്ട് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി മുന്നോട്ട് വെക്കുന്നു. മേക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ റെഡ്യൂസിങ് സോഷ്യൽ ഇനിക്വാളിറ്റീസ് ആൻഡ് ബിൽഡിംഗ് എ ജസ്റ്റ് സൊസൈറ്റി. മെൻ ആൻഡ് വുമൺ ഒന്നും ആ സമയത്ത് ഈക്വലൊന്നും ആയിരുന്നില്ല. വിമൻ എഡ്യൂക്കേഷനൊക്കെ വളരെ പൂറായിരുന്നു. അപ്പം സോഷ്യൽ ജസ്റ്റിസ്, സ്ത്രീക്കും പുരുഷനും വിദ്യാഭ്യാസമൊക്കെ ഒരേപോലെ അവസരങ്ങൾ കൊടുക്കുക, അവരെ ഒരേപോലെ കാണുക തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ എന്താണ് ഒരു ജസ്റ്റ് സൊസൈറ്റിയും തുല്യത കൊണ്ടുവരുന്നൊരു സൊസൈറ്റിയിലേക്കും കൊണ്ടുപോവുക എന്നുള്ളത്. ടു പ്രൊമോട്ട് നാഷണൽ ഇൻറ്റഗ്രേഷൻ. സോ ഫ്രറ്റേണിറ്റിയെ പറ്റിയിട്ടൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സ്ട്രെങ്തൻ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആൻഡ് ഫോസ്റ്റർ നാഷണൽ കോൺഷ്യസ്നസ്. അതായത് നമ്മളുടെ നാട് ഈ ഒരു റിപ്പോർട്ട് വരുന്ന സമയത്തുള്ള കാര്യം അറിയാമല്ലോ, ഈ പാർട്ടീഷന് ശേഷം ഉണ്ടായ കലാപങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. സോ വിവിധങ്ങളായി കിടക്കുന്ന ഈ നാട് യൂണിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം, അതിനെ സ്ട്രെങ്തൻ ചെയ്യുക, അതിനെ ശക്തിപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ. അതേപോലെ തന്നെ നേഷൻ, ഈ ചെറുരാജ്യങ്ങളും നാട്ടുരാജ്യങ്ങളും ഒക്കെ മാറി ഇന്ത്യ, ഭാരതം എന്ന് പറയുന്ന ഒരു രാജ്യം എന്ന് പറയുന്ന ഒരു കോൺഷ്യസ്നെസ് ഇപ്പം നമുക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു സമയത്തെ കാര്യമാണ്. ടു ഡെവലപ്പ് ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്, പ്രൊമോട്ട് വേൾഡ് പീസ്, ഇൻ്റർനാഷണൽ കോപ്പറേഷൻ ആൻഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. അതും മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു നയമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ റെക്കമെൻഡേഷൻസ് കേൾക്കുമ്പം നമ്മൾ ഇന്ന് വായിക്കുന്ന സമയത്ത് ഇതിനൊന്നും ഇപ്പോൾ കുഴപ്പമില്ലല്ലോ, വലിയ കുഴപ്പമില്ലാതാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കരുത്. അന്ന് ഇതൊന്നും തന്നെ കാര്യമായിട്ടുണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നില്ല. ഇന്ത്യയിലെ ഇപ്പം നെഹ്റുവിൻ്റെയും ഒക്കെ നേതൃത്വത്തിലൊക്കെ പിന്നീട് അങ്ങോട്ട് വന്നിട്ടുള്ള സയൻറ്റിഫിക് ടെമ്പർ, അതിൻ്റെ ഒരു എക്സ്പ്ലോഷൻ ആയിരുന്നു നമ്മളുടെ റിസർച്ചുകളും IITs എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. നെഹ്റു എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ, നെഹ്റു ഇതൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇപ്പം ബുദ്ധിപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാൻ തോന്നുന്നതിൻ്റെ റീസൺ അതാണ്. അപ്പോൾ അത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുമ്പം ഇതിൻ്റെയൊക്കെ ആവശ്യം, അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് ഇപ്പം പറയുന്നതെന്ന് ചോദിക്കരുത്. ഇത് അന്ന് പറയുന്നതാണ്, അന്നത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡയറക്ഷനിലൊക്കെ, ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ ഡയറക്ഷനിലൊക്കെ പ്രവർത്തിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്ന് അതൊരു നോർമലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് അന്നത്ര നോർമൽ അല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം അറിഞ്ഞു വെച്ചിട്ട് വേണം ഈ ഒരു സ്റ്റഡീസ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം വായിക്കുമ്പം ആ ഒരു തോട്ട് മനസ്സിലേക്ക് വരണം. നെക്സ്റ്റ്, ടു ഡെവലപ്പ് ഹോൾ പേഴ്സണാലിറ്റി, എൻഷുർ ദ ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻ്റലക്ച്വൽ, ഫിസിക്കൽ, ഇമോഷണൽ, മോറൽ ആൻഡ് സ്പിരിച്വൽ ആസ്പെക്ട് ഓഫ് ദി ഇൻഡിവിജ്വൽ. അതാണ് ഞാൻ ഈ പറഞ്ഞത്. റിപ്പോർട്ടിനകത്ത് മോഡേൺ തോട്ടും മോഡേൺ സയൻറ്റിഫിക് ടെമ്പറും ഒരു വശത്തു കൂടി പറയുന്ന സമയത്ത് മറ്റൊരു വശത്തു കൂടി നമ്മളുടെ പൗരാണികമായിട്ടുള്ള ലൈക്ക് ഒരുപാട് തിങ്കേഴ്സ് ഉണ്ടായിരുന്നല്ലോ, അവരുടെ ഐഡിയോളജികളെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളതും അത് കുറച്ചും കൂടി എന്താണ് സോളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന, മനുഷ്യനെ നന്നാക്കുന്ന കാര്യങ്ങൾ, മനുഷ്യൻ്റെ വ്യക്തിത്വം, മനുഷ്യൻ്റെ ജീവിതം തുടങ്ങിയ കാര്യങ്ങൾ, മൊറാലിറ്റി, ആ ഒരു ഐഡിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ഒരു ബാലൻസ്, ടു മേക്ക് എ ഹോൾ പേഴ്സൺ എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. സോ മോറൽ സ്പിരിച്വൽ ആസ്പെക്റ്റ് കൂടെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ടു എൻകറേജ് റിലീജിയസ് ആൻഡ് മോറൽ അണ്ടർസ്റ്റാൻഡിങ്, അതും ഈ പറയുന്ന റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട്. പ്രൊമോട്ട് എത്തിക്കൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂസ് ത്രൂ ദി ഒബ്ജക്റ്റീവ് ആൻഡ് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് റിലീജിയൻസ്, നോട്ട് സെക്ടേറിയൻ ഇൻസ്ട്രക്ഷൻ. അതായത് റിലീജിയൻസ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ കമ്പയർ ചെയ്ത് പഠിക്കുക. അത് എന്താണ് വേർതിരിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല, എല്ലാ റിലീജിയനെയും നമ്മളുടെ ഇന്ത്യൻ സെക്യുലർ അപ്രോച്ചിൽ കാണുക, അതിൽ നിന്നും വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിൽ സെക്ടേറിയൻ ആയിട്ടുള്ള
ഈ തരം തിരിച്ച് പോകത്തില്ല, സെക്റ്റുകളായിട്ട് മാറുന്ന. അപ്പോൾ അങ്ങനത്തെ ഒരു അപ്രോച്ചിലേക്ക് പോകാതിരിക്കാം. മതങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല വിവിധ മതങ്ങളെ പറ്റിയിട്ട് പഠിക്കാൻ പറയുന്നത്. അതിൽ നിന്ന് വേണ്ട കാര്യങ്ങളെടുത്ത് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ടു പ്രൊമോട്ട് റിസർച്ച് ആൻഡ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് നോളജ് സീക്ക് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചും മറ്റു കാര്യങ്ങളുമൊക്കെ പ്രൊമോട്ട് ചെയ്യുക. എൻകറേജ് ഒറിജിനൽ റിസർച്ച് ആൻഡ് ക്രിയേഷൻ ഓഫ് ന്യൂ നോളജ്. പുതിയ കാര്യങ്ങൾ, ഒറിജിനൽ റിസർച്ച് ഓൺ കണ്ടൻസ് റിസർച്ച് ചെയ്യുക, പുതിയ കാര്യങ്ങൾ സീക്ക് ചെയ്യുക, പുതിയ അറിവ് നേടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ടു കോൺട്രിബ്യൂട്ട് ടു നാഷണൽ ഡെവലപ്മെൻറ്റ്, രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിന് വേണ്ടിയിട്ട് പങ്കാളികളാവുക എന്നുള്ളത്. പ്രൊഡ്യൂസ് സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് സപ്പോർട്ട് എക്കണോമിക്, സയൻറ്റിഫിക്, അഗ്രികൾച്ചറൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അതായത് നമ്മളുടെ റിപ്പോർട്ടിനകത്ത് ഈ ഏരിയാസ് എല്ലാം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. വൊക്കേഷണൽ ട്രെയിനിങ്ങിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, കൊമേഴ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, അഗ്രികൾച്ചറൽ കാര്യങ്ങൾ. ഇന്ത്യയുടെ എന്തായാലും ആ ഒരു സമയത്ത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയായിരുന്നു. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാതെ ഈ റിപ്പോർട്ട് പോകത്തില്ല. സോ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ദെൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, പ്രൊഫഷണൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സോ അതിൽ നിന്നാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിഡക്റ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളത്. ടു കോൺട്രിബ്യൂട്ട് ടു ഓവറോൾ നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ നമുക്ക് എന്താണ് എയിമുകളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ടു പ്രൊമോട്ട് വൊക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ എഫിഷ്യൻസി, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. പ്രിപ്പയർ സ്റ്റുഡൻസ് ഫോർ ദ പ്രൊഫഷൻസ് വൈൽ മെയിൻറ്റെയിനിങ് ബ്രോഡ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്. അതായത് പഠിത്തത്തിൽ നമുക്ക് വലിയ ലക്ഷ്യങ്ങളും വലിയ ഉദ്ദേശങ്ങളും മുന്നിലുണ്ട്. റിസർച്ചും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ വൊക്കേഷണൽ ട്രെയിനിങ്, ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഫഷൻസ് പഠിക്കുക, അത് അറിഞ്ഞു വെച്ചിരിക്കുക എന്ന് പറയുന്നത് അതും നമ്മളുടെ പഠനത്തിൻ്റെ ഭാഗമായിരിക്കണം എന്നുള്ളതാണ്. ടു ഡെവലപ്പ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഈ വൊക്കേഷണൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ടുകൾ, അടുത്ത് വരുന്ന റിപ്പോർട്ടുകളിലുമുണ്ട്. വൊക്കേഷണൽ ട്രെയിനിങ് ഇമ്പാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ കമ്മീഷനും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. പ്രസൻറ്റ് ഡേ നമ്മളുടെ ഒരു ലൈഫിലൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയാണ്. വൊക്കേഷണൽ സ്കൂളുകളിലൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ തീരെ കൊള്ളാത്തവരെയാണ് ഈ പറയുന്ന രീതിയിൽ കൊണ്ടുപോയി അഡ്മിഷൻ എടുക്കുക, അല്ലെങ്കിൽ അത്ര ഇഷ്ടപ്പെട്ടിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെ പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു സെൻസിലായിരുന്നു കണ്ടിരുന്നത് അത്തരം സ്കൂളുകളെയൊക്കെ. അപ്പം നമ്മൾ ഈ കമ്മീഷൻ മുന്നോട്ട് വെച്ചത് വലിയ ആശയപരമായിട്ടാണെന്നുണ്ടെങ്കിലും ഇൻ റിയാലിറ്റിയിൽ അത് സംഭവിച്ചു വന്നപ്പോൾ എന്താണ്, ഈ പഠിക്കുക മാർക്ക് വാങ്ങിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലോട്ടാണ് പോയത്. ജോലി അറിയുക എന്ന് പറയുന്നവർക്ക് വലിയ വാല്യൂ ഇല്ല. അങ്ങനത്തെ തൊഴിൽ പഠിക്കുന്നവർക്ക് അത് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് എന്തെങ്കിലും തൊഴിലിന് പോവുക, പ്ലംബിംഗ് വർക്ക് ഇവർക്കിനൊക്കെ പോവുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലേക്കും അത് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വലിയ കാര്യമായിട്ടാണ് കമ്മീഷൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ടു ഡെവലപ്പ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, എൻകറേജ് സർവീസ് ടു സൊസൈറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ടു ദ വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി. അതായത് സാമൂഹിക സേവനം, അതിനെ പ്രൊമോട്ട് ചെയ്യുക. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അതിന് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെക്കുക, കമ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അത്രങ്ങ് മാറ്റി വെക്കണമെന്നല്ല പറഞ്ഞത്, എന്നാലും നമുക്ക് എന്താണ് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ടു കൾട്ടിവേറ്റ് വിസ്ഡം റാദർ ദാൻ മിയർ ഇൻഫർമേഷൻ. അതായത് ചെറപറന്ന് കുറേ വായിച്ചു പഠിക്കുന്നതിനപ്പുറത്തേക്ക് അതിൽ നിന്നും എന്താണ് ഒരു വിസ്ഡം, ജ്ഞാനം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അറിവും ജ്ഞാനവും തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലോ. കാഴ്ചയും കേട്ടുമൊക്കെ നമുക്ക് അറിവ് കിട്ടും, പക്ഷേ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന് മുകളിലൊരു കാര്യമാണ്. ഇതിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് പ്രാവർത്തികമാക്കുന്ന ചില കാര്യങ്ങളാണ്. സോ എംഫസൈസ് അണ്ടർസ്റ്റാൻഡിങ്, ജഡ്ജ്മെൻറ്റ് ആൻഡ് ദ വൈസ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ഇൻസ്റ്റെഡ് ഓഫ് റോട്ട് ലേണിംഗ്. പഠിച്ച് മാർക്ക് കിട്ടി പോകുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പഠിക്കുക. അതായത് നമ്മൾ വെള്ളത്തിൻ്റെ കാര്യം, വെള്ളം എന്താണെന്നും വെള്ളം എത്രത്തോളം ഉണ്ടെന്നും വെള്ളം എങ്ങനെയാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ, വെള്ളത്തിൻ്റെ പ്രാധാന്യവും നമ്മൾ പഠിക്കും. ആ നോളജ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ വെള്ളം പാഴാക്കരുതെന്നും മലിനമാക്കരുതെന്നും ഉള്ളത് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ജ്ഞാനമാണ്, വെള്ളത്തിൻ്റെ മഹത്വം എന്താണെന്നുള്ളത്. ജസ്റ്റ് ആൻ എക്സാമ്പിൾ. ഈ അർത്ഥത്തിലായിരിക്കണം നമ്മളുടെ പഠനം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ലഭിക്കുന്ന എഡ്യൂക്കേഷൻ്റെ ആഫ്റ്റർ ഓൾ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതായിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്.